നമസ്കാരം. മടിക്കൈ വെങ്കലം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ബഹുമുഖ പ്രതിഭയായിരിക്കുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുമാണ്. നമുക്ക് ആ വ്യക്തിയിലേക്ക് ചെല്ലാം. നമസ്കാരം ഏട്ടാ. നമസ്കാരം. നമസ്കാരം. അപ്പം സ്വയം ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ വിശേഷങ്ങൾ? തീർച്ചയായും. എൻ്റെ പേര് ഷിംജിത്ത് ബംഗളം എന്നാണ് എൻ്റെ പ്രോഗ്രാം സ്ഥലത്തേക്ക് വിളിക്കുന്നത്. ഏകദേശം ഒരു 25 വർഷത്തിന് മേലെയായി കായിക രംഗത്ത് സജീവമാണ്. തെയ്യം അനുഷ്ഠാന രംഗത്തുണ്ട്. ഇപ്പോൾ സംസ്ഥാന യുവജനോത്സവത്തിൽ മംഗലം കളി എന്ന് പറയുന്ന ഗോത്രകലയെ ജനകീയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം എല്ലാവരോടും സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണെന്ന് ആദ്യമേ ഒന്ന് പെർഫോമൻസ് ചെയ്യുന്നത്? അതൊരു മംഗലം കളി പാട്ട് തന്നെ പാടാം. ഇരുളു വെളിവോ ഇല്ലാത്തൊരു കാലോ, പകല് വെളിവോ ഇല്ലാത്തൊരു കാലോ, ഇരുള് കെട്ട് മാമയപ്പാട്ട് ഇരിക്കുമെൻ്റെത്തി, നിങ്ങളെ കൊണ്ടു കൈവതുമുണ്ടോ, ഞങ്ങൾ കൊണ്ട് കൈവതുമില്ല, ഞങ്ങളെ കൊണ്ടു കൈവതുമില്ല, പരശുരാമൻ ഗുരുക്കളേ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. കാതുകളിൽ നിന്നും കാതുകളിലേക്കും ചുണ്ടുകളിൽ നിന്നും ചുണ്ടുകളിലേക്കും വായുമൊഴിയായി മറുമൊഴിയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ നാടൻ പാട്ട് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സംസ്കൃതിയുടെ ഭാഗമായിട്ടൊക്കെ അല്ലേ ഈ കല വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ ഏതാണ് നമുക്ക് തോറ്റങ്ങളായിട്ടോ അല്ലെങ്കിൽ തെയ്യത്തിൻ്റെതായിട്ടോ അല്ലെങ്കിൽ തനത് കലയായിട്ടൊക്കെ ഞങ്ങൾ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? ഞാനിപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ താൽക്കാലികമായിട്ടെങ്കിലും സാമൂഹിക പ്രവർത്തനം അല്പം ഉണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മുടെ ഈ ഗോത്ര കലാകാരന്മാരെ അല്ലെങ്കിൽ ഈ ഗോത്രാംഗങ്ങളെ ഇപ്പം ഒരു ലെവലിലും ആരും ഉയർത്തിക്കൊണ്ട് ശ്രമിക്കുന്നില്ല. കാരണം അവർക്കൊരു വീട് വെക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ടില്ല. പക്ഷേ ഈ ഫണ്ടില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ എടുത്തിടേണ്ട കാര്യമില്ലല്ലോ. കൂലി കൊടുക്കാനല്ല സാധാരണ പണി എടുപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ അത് എടുപ്പിക്കാത്ത ചെറിയ വിഷയങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ട്. അത് പണിയെടുത്താൽ കൂലി കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് നമുക്ക് ശക്തമായൊരു പ്രതിഷേധ പാട്ടുണ്ട്. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാവും. ചാവാതിരിക്കാനെങ്കിലും പാടടി തെയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടി തെയ്യേ. കറുത്ത കുഞ്ഞോളെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം നമ്മളെ കൊല്ലൂലാന്ന് ആരാണ് കണ്ടേ? കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം. കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം, കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. ഇതൊരു പ്രതിഷേധ പാട്ടാണത്. അതിപ്പം ഈ ഒരു ചാനലിലൂടെ പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലൂടെ സാധിച്ചു. നന്ദി. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ല വശങ്ങൾ മാത്രമല്ല, നമ്മൾക്ക് ഞങ്ങൾ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു കലാകാരൻ്റെ ആ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ ചിന്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും പ്ലസ് മൈനസ് എന്താണെങ്കിലും ഞങ്ങളോട് സംസാരിക്കുക. അതെ, നമ്മളൊരു പരീക്ഷ പേപ്പറിൽ മാർക്ക് ഇടുമ്പോൾ നമ്മളതിൽ എപ്പോഴും നമ്മൾ ആ നല്ല ഉത്തരങ്ങൾ മാത്രം നമ്മൾ ടിക്ക് ചെയ്യാറുള്ളൂ അല്ലേ? പക്ഷെ അതിലെ തെറ്റ് എഴുതിയ വ്യക്തി ചിലപ്പം എന്തുകൊണ്ടാണ് അത് എഴുതിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ അവൻ്റെ ആ പെട്ടെന്നുള്ള മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം അങ്ങനെ എഴുതിപ്പോയത്. പക്ഷെ അത് തിരുത്താനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അല്ലേ? അപ്പോൾ ഈ പരീക്ഷയിൽ തോൽക്കുന്ന കുട്ടികളെ നമ്മൾ ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. അതുപോലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ.
നമ്മൾ സർക്കാർ തലത്തിൽ അനുഷ്ഠാന നർത്തകർക്ക് പിന്നെ ധനസഹായങ്ങളുണ്ട്, പാരമ്പര്യ വൈദ്യന്മാർക്ക് സഹായങ്ങളുണ്ട്, പിന്നെ എന്താണ് പറയേണ്ടത്, അമ്പലങ്ങളിലെ പതികൾക്ക് കർമ്മം ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഇല്ല. എന്തിന് കുട്ടികൾക്കുള്ള ഗ്രാൻഡ് പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ശരിക്കും ഞാൻ പട്ടികവർഗ വിഭാഗത്തിലെ മാവലൻ സമുദായങ്ങളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗോത്രാംഗങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് തയ്യാറാവണമെന്നാണ് എൻ്റെയും അഭ്യർത്ഥന. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറക്കും അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാഴ്ചപ്പാടാണ് വേണ്ടത്. കാഴ്ചപ്പാട് മാത്രം പോരാ, അത് നേടിക്കൊടുക്കണം. അതാണിപ്പോൾ ഓരോ എന്താണ്, ഇപ്പോൾ നമ്മളെല്ലാവരും വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വിവിധ രാഷ്ട്രീയങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അവർക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവും, കാഴ്ചപ്പാടുണ്ടാവും. പക്ഷേ അതല്ല, ഗോത്രാംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റ രീതിയിൽ ഒരു 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 എന്താണ് ഒരു അമ്മയുടെ മക്കളെ പോലെ നിലനിൽക്കണം. അത് നിലനിൽക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിക്കുന്നില്ല എന്നാണ് മറ്റൊരു സത്യം. ഓക്കെ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കലാകാരൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള സഹ പ്രവർത്തകരൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഞാൻ എനിക്കിപ്പോൾ കലാമേഖലയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ നാട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ്. പിന്നെ അതുമാത്രമല്ല, എനിക്ക് എൻ്റെ കുറച്ച് ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ പുരാണ എന്ന് പറഞ്ഞ സംഭവമില്ലേ, നമ്മളൊരു എല്ലാവരും ഒരു പദവി വരെ ഉയർത്തിക്കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർ ആ പാലം വലിച്ചിടുന്ന പരിപാടിയാണ് ഉള്ളത്. അതെല്ലാ മേഖലയിലുള്ളതാണ്. പക്ഷെ അത് ഇപ്പോഴും നിലനിന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് ഞാൻ എൻ്റെ ഈ നാടൻ കലയിൽ നിന്ന് കുറച്ച് ഡൗൺ ആയിട്ടുള്ളത്. ഡൗൺ ആയിച്ചാൽ നമ്മളിപ്പോൾ ഒരു 10 രൂപ പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ നുഴഞ്ഞു കയറി 5 രൂപയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ പഠിച്ചു എന്നല്ല പറഞ്ഞത്, എൻ്റെ അത്രയോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അത്രയോ എന്തെങ്കിലും കഴിവോ കാര്യങ്ങളോ ഉള്ളവർക്കല്ല ഇത് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത് പഠിച്ച ഒരു കല, അതായത് ഒരു വർഷങ്ങളോളം പഠിച്ച ഒരു കല ഇവർ തട്ടിക്കൂട്ടി ചെയ്യുന്നു അല്ലേ? അതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ നാട്ടിലായാലും പുറത്തുള്ള കലാകാരന്മാർക്ക് ഭയങ്കര വാല്യൂ വെച്ചാൽ അത് ഒന്നുമില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ ഈ വീട്ടിൽ പരിസരത്തിൽ കുറേ അമ്പലങ്ങളിൽ വന്നിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, ക്ലബ്ബുകൾ വന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്നുമില്ല, തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ അവരൊക്കെ ഈ 30-40 വന്ന് ചെയ്യുമ്പോൾ സ്പോട്ടിലെടുത്ത് കൊടുക്കും. ഞങ്ങളിവിടെ ഒരു 10 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ തരാൻ ഇല്ല. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ നിന്ന് പിരിച്ച് നാട്ടിൽ കണ്ടവന് കൊടുക്കുന്ന ചടങ്ങ്. നാട്ടിൽ നിന്ന് പിരിച്ചിട്ട് നാട്ടിൽ കണ്ടവന് കൊടുക്കും, നാട്ടിലില്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്ന ഒരു പതിവാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. അപ്പോൾ അത്രമേലും നമ്മുടെ നാട്ടിലെ കലാകാരങ്ങൾക്ക് അവസരം കൊടുക്കില്ല. അതൊക്കെ നമ്മൾ ഒരു മാറ്റേണ്ട കാരണം. പക്ഷേ മാറ്റണമെങ്കിൽ നമ്മുടെ ഈ ചിന്താഗതിയും മൊത്തത്തിലൊന്ന് മാറേണ്ടതുണ്ട്. അത് മാറുമെന്നുള്ള അറിയില്ല. ഇനിയിപ്പോൾ കലികാലം വരുന്നത്, കലികാലത്ത് എന്തൊക്കെ നടക്കുന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഞങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടുന്നതെന്ന്? ഇനി പാട്ട് നമുക്ക് എന്തായാലും ഏതൊരു പ്രോഗ്രാമായാലും നമുക്ക് മണിച്ചേട്ടൻ്റെ പാട്ട് ഒഴിച്ചു വിടാൻ പറ്റില്ല. ഓക്കെ. കാരണം മണിച്ചേട്ടൻ എന്ന് പറയുന്നത്, ഞാനൊക്കെ മഴവിൽ മനോരമ ഇന്ത്യൻ വോയിസിൽ സെലീൻ ജോസ് എന്ന് പറയുന്നൊരു ഗായികയ്ക്ക് വേണ്ടി നമ്മുടെ ഞങ്ങളാണ് ഇവിടുന്ന് പോയിട്ട് ആ പാട്ട് സെറ്റാക്കി കൊടുത്തതും ആ വേദിയിൽ മംഗലങ്ങളെ അവതരിപ്പിച്ചതും. അന്ന് മണിച്ചേട്ടൻ ആ വേദിയിൽ നിന്ന് ഞങ്ങൾക്ക് ഏറെ നമ്മുടെ ഗോത്രത്തിന് ഒരു ഉന്മേഷം പകർന്ന കുറേ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ മനസ്സിലാവും. മഴവിൽ ഇന്ത്യൻ വോയിസ് സെലിൻ ജോസിൻ്റെ ഫോക്ക് റൗണ്ടിൽ ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ എന്നോടൊക്കെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അന്ന് മണിച്ചേട്ടൻ ആ പറഞ്ഞ സംഭവത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് വേണം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ നീ
നാടിൻ്റെ വെട്ടം കളയരുതേ, നിഴലു പോൽ പറ്റി ഞാൻ കൂടെ നടന്നു, നീ തന്ന കുഞ്ഞു നുറുങ്ങു വെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ, കൂട്ടിനു ഞാനും വന്നോട്ടെ. ഓക്കെ, മണിച്ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണല്ലേ. പിന്നെ കൊടിയിൽ നിന്നും കൊട്ടാരം വരെ എത്തിയ തെന്നിന്ത്യൻ ചക്രവർത്തി സ്ഥാനം വരെ അലങ്കരിക്കാൻ കഴിവുള്ള ഒരു കലാകാരനായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ അല്ലേ. പക്ഷെ അദ്ദേഹത്തെയും അതുപോലെ തന്നെയല്ലേ, ഒരു വംശീയതയുടെ പേരിൽ തരം താഴ്ത്തി അല്ല സിനിമയിലായാലും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് അദ്ദേഹം കയറി വന്നത്. അത് ആരുടെയും കാല് പിടിക്കാതെ കയറി വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നു, പണം കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മളിപ്പോഴും താഴെത്തട്ടിൽ. അന്നും ഇന്നും എന്നെ അറിയുന്നവർക്കറിയാം, അന്നും ഇന്നും ഞാൻ ഇതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. എല്ലാവരെയും കണ്ടാൽ മിണ്ടും, പ്രധാനം വിളിച്ചാൽ പോവും, അങ്ങനെ അന്നും ഇന്നും ഒരുപോലെയാണ് നമ്മുടെ ആ ഒരു. ഏകദേശം കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നതിൽ ഏട്ടൻ ഒരുപാട് ത്യാഗം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരുപാട് ശിക്ഷ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് അവരെ കുറിച്ചൊക്കെ പറയാനുള്ളത്? നമ്മുടെ ശിക്ഷകണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമ്മൾ അങ്ങോട്ട് ദാനം ചെയ്തു. ദാനം ചെയ്ത് കഴിഞ്ഞ് അത് കിട്ടിയിട്ടാകുമ്പോൾ അവരുടെ പാനപാത്രം നിറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ ഒഴിവാക്കി പോകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെ പറയാം, അവരൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളങ്ങനെ അതുകൊണ്ട് എനിക്കാരോടും ഒരു ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. ഇല്ല, കാരണം അവരുടെ കഴിവുകൊണ്ട് നന്നായി പോട്ടെ, ആയിക്കോട്ടെ, അതെല്ലാം കിട്ടും. എന്ന് വെച്ചാൽ ഗുരുവിനുള്ളതൊന്നും ഉണ്ടാവും, അത് അങ്ങനെയാണത്. നമ്മൾ പിന്നെ അങ്ങനെയല്ല, അവർ അതിനോട് നന്നാവട്ടെ. എങ്കിലും നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അല്ല ആരോടായാലും, ഇപ്പം നിങ്ങളായാലും നിങ്ങളെങ്ങനെ ഈ മേഖലയിലേക്ക് എത്തി, അത് നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരിക്കലും അത് എവിടെയും ശാശ്വതമാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് താൽക്കാലികമായിട്ടും വിജയങ്ങളെ ഉണ്ടാകുള്ളൂ അല്ലേ. അതെ, താൽക്കാലികമാണ്. ഓക്കെ, തെയ്യം കലാകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? തറവാടുകൾ വിളിക്കുന്നതാണോ, എങ്ങനെയാണ്? അത് കലാഭവമണി ചേട്ടൻ്റെ പേരിലുള്ള ഓടപ്പഴം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എള്ളുള്ളേറ് മാണി നങ്കരെ വീരജ് പേട്ടുണ്ടുക മാണി നങ്കരെ, എള്ളുള്ളേറ് മാണി നങ്കരെ കസർഗോഡു പേട്ടുണ്ടുക മാണി നങ്കരെ, മാണി നങ്കരെ ತಂಗಾಟಿ ಕುಮರಿ ನಂಗರೆ, ಮಾಣಿ ನಂಗರೆ ತಂಗಾಟಿ ಸುಕುಟಿ ನಂಗರೆ.